നമസ്കാരം. നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 21-ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാർക്കും സ്വാഗതം. പടവിൽ വീട്ടിൽ ഇന്ന് ഉത്സവ പ്രതീതിയാണ്. കുഞ്ഞമ്മമാർ അമേരിക്കയിൽ നിന്ന് വന്നതാണ് കാരണം. അവരുടെ വരവ് സിൽവിയുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾക്ക് വഴിവെക്കുമോ? ജിമ്മിയെ കണ്ട കുഞ്ഞമ്മമാർ എന്ത് കരുതി കാണും? ആകാംക്ഷ നിറഞ്ഞ ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈസ്റ്ററിനോടടുത്ത ദിവസങ്ങളിലായി അപ്പച്ചൻ ചേട്ടൻ്റെ സഹോദരിമാർ അമേരിക്കയിൽ നിന്നും വന്നു. കുഞ്ഞമ്മമാർ 2-3 വർഷങ്ങൾ കൂടുമ്പോഴാണ് വരാറ്. ഇന്ന് വന്ന 2 പേരും കന്യാസ്ത്രീകളാണ്. 2 വ്യത്യസ്ത കോൺഗ്രിഗേഷനുകളിലായി അവർ സേവനമനുഷ്ഠിക്കുന്നു. വിളിപ്പേരുകൾ എൽസമ്മ എന്നും ഗ്രേസമ്മ എന്നുമാണ്. അവർ വരുന്ന ദിവസം അറിയിച്ചതു മുതൽ പടവിലെ വീട്ടിൽ വമ്പൻ ഒരുക്കങ്ങളാണ്. വലിയ തോതിലുള്ള കരുതലാണ് സഹോദരിമാർ വരുമ്പോൾ അപ്പച്ചൻ ചേട്ടനെയും സാറാമ്മയും നടത്താറുള്ളത്. ആകെയുള്ള 2 കൂടപ്പിറപ്പുകളാണ്. അവർ വരുമ്പോൾ പിന്നെ സന്തോഷമുണ്ടാകാതിരിക്കുമോ? സാറാമ്മയ്ക്ക് അവർ നാത്തൂന്മാരാണെങ്കിലും അവരെ കൊണ്ട് ഒരു പോരും ഉണ്ടായിട്ടില്ല. ഏത് നാത്തൂൻ പോരെ? കുട്ടികൾക്കാണെങ്കിലോ അവർക്കും അവരെ വലിയ ഇഷ്ടമാണ്. അനാവശ്യമായ ഒരു കാര്യങ്ങളിലും കുട്ടികളെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ എൽസമ്മയും ഗ്രേസമ്മയും തയ്യാറല്ല. കുട്ടികൾ സ്വതന്ത്രമായി അവരുടെ തീരുമാനമെടുക്കട്ടെ എന്ന പക്ഷക്കാരാണ് കുഞ്ഞമ്മമാർ. കുട്ടികൾക്ക് അവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതാണ്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ബുധനാഴ്ചയാണ് അവർ വന്നത്. അവരെ കൂട്ടിക്കൊണ്ടുവരാനായി അപ്പച്ചൻ ചേട്ടൻ തൻ്റെ ജീപ്പിന് പകരം ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചാണ് പോയത്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെങ്ങന്മാരെയും കൂട്ടി അപ്പച്ചൻ ചേട്ടൻ പുല്ലരിയിൽ തൻ്റെ വീട്ടിലെത്തി. പിന്നെ വീട്ടിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു. അവർ എന്ന് വന്നാലും ഇതുതന്നെയാണ് രീതി. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള കൂടപ്പിറപ്പുകളായ ഈ 2 പേരും കന്യാസ്ത്രീമാരല്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പല തവണ പല സമയങ്ങളിലും അപ്പച്ചൻ ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ തനിക്ക് തന്നെപ്പോലെ കെടാമുറ്റന്മാരായ 2 അളിയന്മാരുണ്ടാകുമായിരുന്നില്ലേ? മരുമക്കളായി കുറേ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ടാകുമായിരുന്നില്ലേ? അവരെല്ലാം തനിക്ക് ഒരു ബലമാകുമായിരുന്നില്ലേ? ഇപ്പോൾ എന്തിനും താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോട്ടെ, ഇതായിരിക്കും ദൈവനിശ്ചയം. പെങ്ങന്മാരെ 2 പേരെയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞിട്ട് അപ്പച്ചൻ ചേട്ടൻ കടയിലേക്ക് പോയി. അതുവരെ വാസു കാര്യങ്ങൾ നോക്കിയെങ്കിലും കടയടയ്ക്കാനാകുന്നതിന് മുൻപ് അവിടെ വരെ ചെല്ലാതിരിക്കാൻ പറ്റുമോ? തിയേറ്ററിലെ കണക്കുകൾ നോക്കിയിട്ടും കുറേ നാളുകളായിരുന്നു. മറ്റു കുറേ പണികളും ഉണ്ടായിരുന്നു. കണക്കുകളും മുടങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വന്ന കുഞ്ഞമ്മമാരിൽ സിൽവിക്ക് കൂടുതൽ ഇഷ്ടം ഇളയ ഗ്രേസമ്മ കുഞ്ഞമ്മയോടാണ്. ഗ്രേസമ്മ കുഞ്ഞമ്മയോട് ഏത് കാര്യവും പറയാം. അത് ആരോടും പറയില്ല. എന്നു മാത്രമല്ല, അതിൻ്റെ യുക്തിസഹമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും വഴക്ക് പറയുകയില്ല. പകരം എന്തു ചെയ്യും? കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക മാത്രമേ കുഞ്ഞമ്മ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മയുടെ സാമീപ്യം സിൽവി ആഗ്രഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വന്നയന്ന് വൈകുന്നേരം നടക്കാൻ പോകാൻ കുഞ്ഞമ്മമാർ സിൽവിയോടും ബേബിയോടും പറഞ്ഞു. ബേബി അപ്പോൾ തന്നെ അവന് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാർ കാത്തിരിക്കും പോലും. ശരിയായിരിക്കുമോ? എന്നാൽ അവൻ കളിക്കാൻ പൊക്കോട്ടെന്നേ, നിർബന്ധിക്കണ്ട. കുഞ്ഞമ്മമാർ അവനെ വെറുതെ വിട്ടു. സിൽവിയെയും കൂട്ടി നടക്കാനിറങ്ങി. പുല്ലരിയിൽ നിന്നും 2 കിലോമീറ്ററോളം നടന്ന് അത്രയും പ്രദേശങ്ങളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴി
ക്വാർട്ടേഴ്സിൻ്റെ അതിലേ കയറിപ്പോകാൻ പറഞ്ഞത് എൽസമ്മ കുഞ്ഞമ്മയായിരുന്നു. ഇനി അവർക്ക് വല്ല സംശയവും തോന്നിയിട്ടായിരിക്കുമോ? അവർ ക്വാർട്ടേഴ്സിൻ്റെ അതിലേ നടന്നു പോകുമ്പോൾ അന്നമ്മ ചേട്ടത്തി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സിസ്റ്റർമാരോട് സ്വതവേ കാണിക്കാറുള്ള ഭയഭക്തി ബഹുമാനത്തോടെ സംസാരിച്ച അന്നമ്മ ചേട്ടത്തി ചോദിച്ചു, സിൽവി കൊച്ചേ, ആരാ മോളെ ഈ സിസ്റ്റർമാർ? അവരെ എനിക്ക് മനസ്സിലായില്ലല്ലോ. കുഞ്ഞമ്മമാരാണ് അമ്മച്ചി, ചാച്ചൻ്റെ അമേരിക്കയിലുള്ള പെങ്ങന്മാർ. അവരുടെ കേക്കൽ അമ്മച്ചിന്ന് വിളിക്കണ്ടായിരുന്നു. അവരെന്നാ വിചാരിക്കുമോ ആവോ. ഇവർ എന്നാണ് വന്നത്? ഇന്ന് ഉച്ചയായപ്പോഴാണ്. അന്നമ്മ ചേട്ടത്തി അവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി. എന്നിട്ട് കാപ്പി എടുക്കാൻ സിൽവിയെയും കൂട്ടി അകത്തേക്ക് പോയി. സിൽവി പെട്ടെന്ന് തിരിച്ചു വന്നു. കുഞ്ഞമ്മമാരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു. ചേട്ടത്തി പറഞ്ഞ നേരം കൊണ്ട് കാപ്പിയും പലഹാരങ്ങളും എടുത്തു. അത് സിസ്റ്റർമാർക്ക് കൊടുത്ത് അടുത്ത് തന്നെ ഇരുന്ന് കഴിപ്പിക്കാനും തുടങ്ങി. സിൽവിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കാപ്പി കഴിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെയാണ് എന്ന് മാത്രം. ഇന്നെന്തായാലും കുഞ്ഞമ്മമാർ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് ഒരു അല്പം അകലം പാലിച്ചു നിന്നിരുന്നു. എന്നാലും ജിമ്മി സാർ വരുന്നുണ്ടോ എന്ന് ആരും കാണാതെ അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. നോട്ടം വിഫലമാകുമെന്നാണ് തോന്നുന്നത്. അരമണിക്കൂറിൽ കൂടുതൽ സമയം അവിടെ ഇരുന്ന് അന്നമ്മ ചേട്ടത്തിയോട് സംസാരിച്ചതിന് ശേഷം സിസ്റ്റർമാർ രണ്ടുപേരും പോകാൻ എഴുന്നേറ്റു. ജിമ്മി സാറ് കൂടി വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു സിൽവിക്ക്. എന്നാലും അവൾ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നില്ലേ? അവർ പോകാനിറങ്ങിയപ്പോൾ അതാ വരുന്നു സിൽവിയുടെ ജിമ്മി സാർ. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. ആരോ വന്നിരിക്കുന്നു. എവിടെ നിന്നാണ്, എന്തിനാണ് എന്നൊന്നും മനസ്സിലായില്ല. ഏതായാലും സിൽവിയുടെ കൂടെയാണല്ലോ. ബഹുമാനത്തോടെ ഒതുങ്ങി നിന്ന ജിമ്മി സാർ ചോദിച്ചു, സിൽവിയുടെ കൂടെയുള്ള രണ്ടുപേരെയും എനിക്ക് മനസ്സിലായില്ലല്ലോ. ചാച്ചൻ്റെ രണ്ട് പെങ്ങന്മാർ അമേരിക്കയിലുള്ളത് ചാച്ചൻ തന്നെ പറഞ്ഞ് കാണുമായിരിക്കും. അവർ രണ്ടുപേരും ഇന്ന് വന്നതാണ്. കുഞ്ഞമ്മമാർക്ക് നീ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഞാനാണ് ഈ കുടുംബത്തിലെ നാഥൻ. പേര് ജിമ്മി. ജോലി ഇവിടെ വില്ലേജ് ഓഫീസിൽ. സിൽവിക്ക് ക്ലാസ് എടുത്തിരുന്ന ജിമ്മി സാറാണോ? അതെ. ആ വിവരം അമേരിക്കയിലെത്തിയോ? എനിക്കിനി അമേരിക്കയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമോ? ഓൺലൈൻ ട്യൂഷൻ എടുക്കാമെങ്കിൽ അമേരിക്കയിൽ നിന്ന് വിദ്യാർത്ഥികളെ ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. നോക്കട്ടെ, ഞാൻ ആലോചിച്ചു പറയാം. ഏതായാലും കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ. എന്തിനാ കൊച്ചെ അധികം ബുദ്ധിമുട്ടുന്നത്? 2 പേർക്ക് ജീവിക്കാനുള്ള വരുമാനം ഏതായാലും കിട്ടുകയില്ലേ വില്ലേജ് ഓഫീസിൽ നിന്നും? അത് പോരെ? കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് ചേട്ടത്തി അങ്ങ് വിചാരിച്ചു. ഇപ്പോൾ 2 പേർ മാത്രമേ ഉള്ളൂ. എങ്കിലും എണ്ണം കൂടുമല്ലോ പിന്നീട്. അത് പറഞ്ഞതും അന്നമ്മ ചേട്ടത്തി തന്നെയാണ്. എണ്ണം കുറയുകയും ചെയ്യാമല്ലോ അന്നമ്മ ചേട്ടത്തി, എൽസമ്മ കുഞ്ഞമ്മ പറഞ്ഞു. ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ. വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ സമയമായി. അപ്പച്ചൻ വന്നിട്ടുണ്ടാവും. സമയം കിട്ടിയെങ്കിൽ ഇനിയും വരാം. അമ്മയോട് വർത്തമാനം പറഞ്ഞ് മതിയായില്ല. സിസ്റ്റർമാർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ ഇവിടെ കാണും മുഴുവൻ സമയവും. ഇവൻ മാത്രമല്ലേ ജോലിക്ക് പോകുന്നുള്ളൂ. ഞാനിവിടെ പണി ഒന്നും എടുക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ ജിമ്മി പറഞ്ഞതാണോ അതോ അമ്മച്ചിക്ക് മനസ്സിൽ തോന്നിയതാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല സിസ്റ്റർമാരെ. അമ്മച്ചിക്ക് തോന്നിയതായിരിക്കും. ബാക്കി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറയാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നു. അവർ രണ്ടുപേരും സിൽവിയും കൂടി ഇറങ്ങി നടന്നു. അന്ന് സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് എല്ലാവരും വട്ടത്തിലിരുന്ന് സംസാരമായി. കുഞ്ഞമ്മമാർ എന്നു വന്നാലും അതൊരു പതിവാണ്. കഴിഞ്ഞ കാര്യങ്ങളും ഇനി നടത്താനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ചർച്ചാവിഷയമാകും. പ്രധാനപ്പെട്ടതെന്നും അപ്രധാനമെന്നുമുള്ള ഒരു വ്യത്യാസവുമില്ല.
വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ ആർക്കും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം. ബേബി പോലും കാര്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്നതാണ് അവരുടെ സദസ്സിൽ. അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചു വന്നപ്പോൾ സിൽവിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യവും അവർ സംസാരിച്ചു. താല്പര്യമാണെങ്കിൽ അവൾ ഞങ്ങളുടെ കൂടെ പോരട്ടടാ അപ്പച്ച. കന്യാസ്ത്രീയാകണമെന്നില്ല. അവൾക്കവിടെ പഠിക്കാം, പിന്നീട് ജോലി ചെയ്യുകയും ചെയ്യാം, വിവാഹവും കഴിക്കാം. കാര്യം പറഞ്ഞാൽ അത് നല്ല കാര്യമായിരുന്നു. എന്നാലും എനിക്കൊരു മടി. ആകെ ഉള്ളതിനെ അകലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ തട്ടിപ്പോയാലും ഇവൾ വന്നു കാണണമെങ്കിൽ എന്നെ ഫ്രീസറിൽ വെക്കേണ്ടി വരും. ആ പറച്ചിൽ സാറാമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എന്തും പറയാം, അപ്പച്ചൻ തട്ടിപ്പോകുന്ന കാര്യം മാത്രം പറയുന്നത് അവർക്കിഷ്ടമല്ല. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അതിപ്പോൾ ഞങ്ങളുള്ളപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കാണണമെങ്കിലും നിന്നെ ഫ്രീസറിൽ തന്നെ വെക്കണമല്ലോ. അതോ ഞങ്ങൾ വരണ്ട എന്നാണോ? മൂത്തവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടേ ഇളയവരെ തമ്പുരാൻ ഇപ്പോൾ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് ക്രമപ്രകാരം നിങ്ങളായിരിക്കും ആദ്യം. ആ തീരുമാനം ദൈവം നടത്തട്ടെ. സിൽവിക്ക് പോരാൻ താല്പര്യമുണ്ടോ എന്നതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞു മാത്രം നിന്റെ വിഷമത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. എന്തു പറയുന്നു സിൽവി മോളെ, നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ? അമേരിക്കയിൽ പോയി തുടർ പഠനം നടത്താം, അവിടെ തന്നെ ജോലിയും നേടാം. ഉള്ളത് പറയാമല്ലോ കുഞ്ഞമ്മേ, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. ഈ നാട്ടിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പച്ചൻ ദീർഘനിശ്വാസം വിട്ടു. കൂടെ പോകുന്നു എന്നെങ്ങാനും അവൾ പറഞ്ഞിരുന്നെങ്കിൽ വിടാതിരിക്കാൻ താൻ പിന്നെ എന്തു പാടുപെടണമായിരുന്നു. നീ ഏതിന് പഠിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? അതനുസരിച്ചല്ലേ നിനക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പറയാനൊക്കൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കുഞ്ഞമ്മേ. TTCക്ക് പഠിക്കണമെന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും പ്രൈമറി സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ആഗ്രഹമാണ്, നല്ല കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ സഭയുടെ TTC കോളേജിൽ ഒരു സീറ്റ് പറഞ്ഞു വയ്ക്കണം. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ക്വാട്ടയിൽ ഒരു അപേക്ഷയും കൊടുക്കണം. കൂടുതൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും ചെയ്യണം. അതുതന്നെയാണ് വേണ്ടത്. അപ്പച്ചനോടാണ് ഞങ്ങൾ പറഞ്ഞത്, അത് നീയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്ത്രപരമായി കുറച്ച് കാശ് കൊടുത്ത് നിർത്തിയാൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒഴിവ് വരുന്ന അടുത്ത സീറ്റിലേക്ക് നമ്മുടെ സിൽവിക്ക് കയറാൻ പറ്റും. ഇവിടുത്തെ സ്കൂളിൽ ഇനി ഒരു ഒഴിവ് വരാൻ 3 വർഷം കഴിയണം. ഞാൻ ഇന്നാൾ അച്ഛനോട് ചോദിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞത് 3 വർഷം കഴിയുമ്പോഴാണ് ഇനിയൊരു ഒഴിവ് ഉണ്ടാവുകയെന്നാണ്. അവൾ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും 2-2.5 കൊല്ലമാകുമല്ലോ. അപ്പോൾ 6 മാസം ആരെ കൊണ്ടെങ്കിലും ലീവ് എടുപ്പിച്ച് ക്ലെയിം ആക്കാം. വിരമിക്കലിന് ശേഷം ഉണ്ടാകുന്ന ഒഴിവാണ്. അതിനനുസരിച്ചുള്ള നിയമനവും ഉണ്ടാകും എന്നാണ് അന്ന് അച്ഛൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ തീരുമാനിക്കാം. ഇന്ന് നമുക്ക് കിടന്നുറങ്ങാം. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു രാത്രി ആശംസിച്ചുകൊള്ളുന്നു. ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. പിന്നെ നമുക്ക് നാളെ മറ്റൊരു കാര്യത്തിനും കൂടി തീരുമാനമുണ്ടാക്കണം കേട്ടോ അപ്പച്ച. അത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും ഉറങ്ങാൻ പോയി. സിൽവി അവളുടെ പഠനമുറിയിലേക്കും പോയി. എന്നാലും എൻ്റെ ജിമ്മി സാറിനോട് നന്നായി ഒന്ന് സംസാരിക്കാൻ ഒത്തില്ല. ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തോ ആവൂ. ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വമായിരുന്നല്ലോ അന്നേരം. കുഞ്ഞമ്മമാരിനി നാളെ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ കാര്യം എന്തായിരിക്കും? എന്നാൽ പിന്നെ അതും കൂടി ഇന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ? കുഞ്ഞമ്മമാർ നാളെ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? സിൽവിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കുമോ? കുഞ്ഞമ്മമാർ നാളെ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? സിൽവിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കുമോ? അടുത്ത ഭാഗവും മുടങ്ങാതെ കേൾക്കണമേ. മുഴുവൻ ഭാഗവും സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം.
ലൈക്കും ഷെയറുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.